നമസ്കാരം. ദ കേരള സ്റ്റോറി പാർട്ട് 2 ഗോസ് ബിയോണ്ട്. ഇപ്പം ഈ സിനിമയെ പറ്റിയിട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ആ സിനിമ കോടതിയുടെ മുമ്പിൽ വരെ എത്തി. അപ്പം ഇത്രയും വിവാദങ്ങൾ നടക്കുമ്പോൾ ഉറപ്പായിട്ടും കോടതി അതിനകത്ത് ഇടപെടും. കോടതി ആ സിനിമ കാണും. ആ സിനിമയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കോടതി വിലയിരുത്തും. എന്നിട്ട് കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കും. അപ്പം അതിനനുസരിച്ചിട്ട് വേണം പിന്നീട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ നിർമ്മാതാവ് അതിനോട് എഗിനസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് കോടതി ഈ സിനിമ കാണണ്ട, അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അയാൾക്ക് എന്താണ് അർഹതയുള്ളത്? കോടതി കാണട്ടെ. ഇത്രയധികം വിവാദങ്ങളുണ്ട്, ഇത്രയധികം ജനങ്ങൾക്ക് പ്രശ്നമായ ഒരു സിനിമ കോടതി കാണട്ടെ. അപ്പോൾ ഇവർ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു. ഒരു വ്യക്തിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടാനോ അല്ലെങ്കിൽ അതിനകത്ത് കത്തിവെക്കാനോ ആർക്കും അവകാശമില്ല എന്ന്. പക്ഷേ ഇതിനു മുമ്പും പലപ്പോഴും പല സിനിമകളിലും കത്തിവെച്ചിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് പോലും അംഗീകരിക്കാതെ പല സിനിമകളും കത്തിവെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഈ സിനിമയ്ക്ക് മാത്രം എന്താണ് ഇത്ര വലിയ പ്രത്യേകത? ഒരു സിനിമ ഒരു സമൂഹത്തെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിക്കുകയും ഒരു സംസ്ഥാനത്തെ മുഴുവനായിട്ട് കരിവാരി തേക്കുകയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊരു വ്യക്തമായ അജണ്ടയോട് കൂടിയിട്ട് മുന്നോട്ട് വെക്കുന്ന സിനിമയാണ്. ആ സിനിമ കോടതി കാണുക തന്നെ ചെയ്യണം. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അൻസാരി ഉസ്താദിൻ്റെ ഒരു ചാനൽ ചർച്ച ഞാൻ കണ്ടത്. ആ ചർച്ചയിൽ ഇതിനെ പറ്റിയിട്ട് അദ്ദേഹം വളരെ വിശദമായിട്ടും ഭംഗിയായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഉസ്താദാണ്, മുസ്ലിം മതവിശ്വാസിയാണ്. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആരെയും അടച്ചാക്ഷേപിക്കുന്നില്ല, ഒരു മതത്തെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ കാര്യങ്ങൾ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി അദ്ദേഹം സംസാരിച്ച ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. മാത്രം നോക്കിയാൽ മതി. കേരള സ്റ്റോറിയുടെ ബീഫ് വായിൽ കുത്തി കയറ്റി കൊടുക്കുന്നൊരു സംഭവം നിഷ്പക്ഷമായി ഷാബു പ്രസാദ് ഈ ചാനൽ ചർച്ചയെല്ലാം കഴിഞ്ഞ് സ്വതന്ത്രമായി രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യത്തെ ഒന്ന് അനലൈസ് ചെയ്യണം. എവിടെയെങ്കിലും വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇനി പോട്ടെ, ഒരു സ്വബോധമില്ലാത്ത ഒരു ഭ്രാന്തനായ ഒരു മുസൽമാൻ, അയാൾക്ക് സ്വബോധമില്ലാതെങ്കിലും ഏതെങ്കിലും ഒരു ബീഫ് കഴിക്കാത്ത മനുഷ്യൻ്റെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റിയ ഒരു സംഭവം ജന്മഭൂമിയിലെങ്കിലും ജനൻ ടി വിയിലെങ്കിലും അങ്ങനെ ഒരു വാർത്ത വന്നത് ഷാബു പ്രസാദ് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊരു സംഭവമില്ല. ഈ ബീഫും മുസൽമാനുമായിട്ട് എന്ത് ബന്ധം? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അനുവർത്തിക്കാനുണ്ട്. ഇസ്ലാമും ബീഫുമായിട്ട് എന്ത് ബന്ധം? പലപ്പോഴും അങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇസ്ലാമിൽ ഒരു മനുഷ്യൻ കഴിക്കുന്ന ആഹാരം ഹലാലാവണമെന്ന് മാത്രമേ ഉള്ളൂ. ചുറ്റുവട്ടത്തുള്ളവരൊക്കെ കഴിക്കുന്നതൊക്കെ ഹലാലാകണം, അങ്ങനെ ആക്കണം എന്നൊരു നിർബന്ധമില്ല. അവൻ കഴിക്കുന്നത് അവൻ അധ്വാനിച്ചുണ്ടാക്കിയതും അതുപോലെ തന്നെ അവനിക്ക് മറ്റുള്ളവർ വകവെച്ച് കൊടുത്തതുമായ ആഹാരം കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊരാളെ വായിൽ കുത്തിക്കയറ്റി കൊടുക്കലോ അല്ലെങ്കിൽ മറ്റൊരാളെ ആഹാരത്തിൽ പന്നിമാംസം, എൻ്റെ ഇടയ്ക്ക് ചർച്ച വന്നാണ് പന്നിമാംസം. കണ്ടില്ലേ എന്ത് ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചേക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ ബീഫിന് വില കൂടിയിട്ട് നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങിച്ച് കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ആ സിറ്റുവേഷനിലാണ് ഇവിടെ നമ്മൾ ആൾക്കാരെ നിർബന്ധിച്ച് ബീഫ് കുത്തിക്കയറ്റുന്നത്. സത്യം പറയാനല്ല, വളരെ പരിതാപകരമായിട്ടാണ് എനിക്കിതിനെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞതുപോലെ ആരും ആരെയും നിർബന്ധിച്ച് ഇവിടെ ഒന്നും തീറ്റിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നമ്മളെല്ലാവരും നമ്മുടെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ്. മറ്റ് സംസ്ഥാനത്തെ കാര്യം അറിയത്തില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ പലരും പലരെയും നിർബന്ധിച്ച് ഓരോന്ന് തീറ്റിച്ചതിൻ്റെയൊക്കെ വാർത്ത നമ്മൾ കേട്ടതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അധികമൊന്നും ആരും ഇടപെടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പന്നി മാംസം കഴിക്കാത്തവരാണ്. അപ്പോൾ അവർ കഴിക്കുന്നില്ലെന്നേ ഉള്ളൂ, ബാക്കിയുള്ളവരാരും കഴിക്കണ്ട എന്ന് ആരും പറയുന്നില്ല. ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇപ്പം എനിക്ക് കഴിക്കാൻ താല്പര്യമുള്ളൊരു കാര്യം ഞാൻ കഴിക്കുന്നു, എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല, കഴിക്കുന്നുമില്ല. അപ്പം മറ്റൊരാളോട് കഴിക്കരുത് എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ വേറൊരു കാര്യം പറയാം, നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരോട് കൺസിഡറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ശബരിമലയിൽ പോകുന്ന സ്വാമിമാർ അവർ നൊയമ്പ് നോക്കുന്നത് കൊണ്ട് തന്നെ അവർ മാംസാഹാരം ഒന്നും കഴിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സ്വാമിയുടെ കൂടെയൊക്കെ ക്ലാസ് മുറിയിൽ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോടൊരു കൺസിഡറേഷൻ കാണിച്ച് നമ്മൾ പൊതിയിൽ മാംസാഹാരം കൊണ്ടുവരാതിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവർ മാറിയിരുന്ന് ഭക്ഷിക്കും. അവരെ നമ്മൾ നിർബന്ധിച്ച് മാംസാഹാരം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ടോ? ഇല്ല. നമ്മൾ അവരോട് കൺസിഡറേഷൻ കാണിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ചില വിശ്വാസങ്ങളെ മാനിച്ച് നമ്മൾ ചിലപ്പോൾ കൺസിഡറേഷൻ കാണിക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് വിശ്വാസം എന്ന് പറയുന്നതും ഭക്ഷണം എന്ന് പറയുന്നതും ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് കയറി ഇടപെടാനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു കാര്യം, അതിനെ പറ്റിയിട്ടും ഉസ്താദ് സംസാരിക്കുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പിടിച്ചുകൊണ്ട് നീ ഹിന്ദു മതം സ്വീകരിക്കണം
എന്നൊരാൾ പറഞ്ഞെന്ന് വിചാരിക്കുക. അയാൾ എന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി, ഞാൻ തൊഴുതെന്ന് വിചാരിക്കുക. അയാൾക്ക് എങ്ങനെ എന്നെ ഹിന്ദു വിശ്വാസിയാക്കാൻ പറ്റും? ഇനി ഈ ഇരിക്കുന്ന രാഹുൽ ഈശ്വറിനെ തന്നെ ഞാനിങ്ങനെ സോപ്പിട്ട് പല കാരണങ്ങളെ പറഞ്ഞ് പിന്നീട് ഭീഷണിപ്പെടുത്തി നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ മനസ്സിൽ ശ്രീകൃഷ്ണനും മറ്റു ഭഗവാന്മാരുമാണെങ്കിൽ അയാൾ അങ്ങനെ മുസ്ലിം ആകുക? വിശ്വാസം എന്നത് മനുഷ്യന്റെ ഹൃദയത്തിലുള്ള സംഗതിയില്ലേ? പിന്നെ അങ്ങനെ ഒരു മനുഷ്യൻ ഒരു നിർബന്ധ മതപരിവർത്തനം എന്ന് പറഞ്ഞ സാധനം തന്നെ അപ്രസക്തമാണ്, അടിസ്ഥാനരഹിതമാണ്. അതുപോലും നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിശൂന്യമായ അഭിപ്രായം മനസ്സിലാവും. പിന്നെ 3 പേര്, ഇപ്പൊ രാഹുൽ ഈശ്വർ എടുത്ത് പറഞ്ഞൊരു വിഷയമാണ്, 3 പേര് നമ്മുടെ നാട്ടിൽ നിന്ന് സിറിയയിലേക്ക് പോയെന്ന് പറയുന്നു. ഈ നാട്ടിൽ നിന്ന് അങ്ങനെ പല ആളുകളും പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെറുപ്പക്കാരികളായ 2 പെൺകുട്ടികളും ഒരു യുവാവും കൂടി ഉത്തരാഖണ്ഡിൽ പോയി. എന്തിനാണെന്നറിയോ? മോക്ഷം കിട്ടുമെന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോവുകയും ചെയ്യുകയും പിന്നീട് ആ വാർത്ത ഭയങ്കര സംഭവമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നു. പക്ഷേ ഒരു ദിവസത്തെ ആയുസേ അതിനുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ടൈം ഓഫ് ഇന്ത്യ കൊടുത്തൊരു വാർത്ത, മധ്യപ്രദേശിൽ മാത്രം 1.25 ലക്ഷം സ്ത്രീകളാണ് മിസ്സിങ്. അതിൽ 50,000 പേരെ കുറിച്ച് ഒരു വിവരവുമില്ല. ഡൽഹിയിൽ 15 ദിവസം കേട്ടില്ലേ? കേരളത്തിൽ അൺഫോർച്ചുനേറ്റ്ലി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 3 സ്ത്രീകൾ ഇവിടുന്ന് മിസ്സിങ് ആവുകയും അവരെ ഇതുപോലെ 2-3 ആണുങ്ങളാണ് അവരെ കൊണ്ടുപോകുന്നത്. അവരെ പ്രണയിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവർ മതം മാറി. അത് പക്ഷേ ഇസ്ലാമിന് വേണ്ടിയിട്ടല്ല, അവര് തീവ്ര ചിന്താഗതിയുള്ള ആൾക്കാരുടെ അടുത്തേക്കാണ് ചെന്നുപെട്ടത്. അങ്ങനെ അവരൊരു സംഘടനയിൽ ചേരുകയും അവസാനം ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയി. ഇപ്പം അവിടെ ജയിലിൽ കഴിയേണ്ട അവസ്ഥയാണ് അവർക്കുള്ളത്. ആ ഒരു ഇൻസിഡന്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1-2 ഇൻസിഡന്റുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതവിടെ കഴിയുന്നു. അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്, അതവിടെ കഴിയുന്നു. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളുടെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ 1000കണക്കിന് 10000കണക്കിന് കേസുകളാണ് ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദിനം പ്രതി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളെ കാണുന്നില്ല, പുരുഷന്മാരെ കാണുന്നില്ല, നിന്ന നിൽപ്പിൽ ആൾക്കാർ മിസ്സിംഗ് ആണ്, നിന്ന നിൽപ്പിൽ ആൾക്കാരെ കാണുന്നില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെ പല സംസ്ഥാനങ്ങളും കടന്നു പോകുന്നുണ്ട്, പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും കടന്നു പോകുന്നുണ്ട്. അപ്പം അത്തരം വിഷയങ്ങളൊന്നും തന്നെ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുവരണ്ട, അതിനെപ്പറ്റിയിട്ടൊന്നും ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കണ്ട, അതിനെപ്പറ്റിയിട്ടൊന്നും സിനിമകൾ ഇറക്കണ്ട. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണോ ആ പ്രശ്നത്തെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് ആ പ്രശ്നത്തെ പറ്റിയിട്ട് സിനിമ ഇറക്കുക. എന്നാൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ 1-2 സംഭവങ്ങൾ എടുത്തു വെച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് കരിവാരി തേച്ച് കാണിക്കുകയാണ്. ആ കമ്മ്യൂണിറ്റി ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഇസ്ലാം മതവിശ്വാസികളെ മുഴുവനായിട്ട് കരിവാരി തേച്ച് കാണിക്കുകയാണ്. അവരെല്ലാവരും ചീത്തയാണ്, അവർ മറ്റുള്ളവരെ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് നടക്കുന്നവരാണ്, മറ്റുള്ളവരുടെ വിശ്വാസത്തെ അവർ മാനിക്കുന്നില്ല, അവരുടെ വിശ്വാസമാണ് അവർക്കെല്ലാം, അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, മറ്റുള്ളവരെ മതം മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുന്നു, അതിനു വേണ്ടിയിട്ട് പെൺകുട്ടികളെ വലയിലാക്കുന്നു, പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു, മതം മാറ്റിക്കുന്നു എന്ന രീതിയിലുള്ളൊരു മെസ്സേജ്. അതായത് മൊത്തത്തിൽ ആ ഒരു കമ്മ്യൂണിറ്റിയെ അടച്ചാക്ഷേപിച്ച് ആ മതവിശ്വാസികളെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള സിനിമയാണ് കേരള സ്റ്റോറി. അതാണ് നമ്മളുടെ വിഷയം. അതായത് നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നതല്ല. ഒരാൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, ഒരു വിഷയത്തെ പറ്റിയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് സിനിമകൾ ഇറക്കാം, പക്ഷേ ആ വിഷയത്തെ മാത്രമായിരിക്കണം ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കുന്നുണ്ട്. അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന രീതിയിലായിരിക്കണം സിനിമ ഇറക്കേണ്ടത്. അല്ലാതെ ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ മുഴുവൻ അങ്ങനെയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മതവിശ്വാസികളുടെ ഇടയിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഹിന്ദുസത്തിലേക്ക് മതം മാറിപ്പോകുന്ന ആൾക്കാരുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറിപ്പോകുന്ന ആൾക്കാരുണ്ട്, ഇസ്ലാമിലേക്ക് മതം മാറിപ്പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാ മതവിശ്വാസികളുടെ ഇടയിലും ഈ വൃത്തികെട്ട രീതിയിൽ തീവ്രമായി ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒരു ചെറിയ ശതമാനം ആൾക്കാർ എല്ലാ മതവിശ്വാസികളുടെ ഇടയിലുമുണ്ട്. ആ ആൾക്കാരെ നമുക്ക് കുറ്റപ്പെടുത്താം, ആ ചെറിയ ശതമാനത്തെ നമുക്ക് കുറ്റപ്പെടുത്താം. പക്ഷേ ആ 100% വരുന്ന അല്ലെങ്കിൽ ആ മുഴുവനായിട്ട് വരുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയെയോ ആ ഒരു മതത്തെയോ മൊത്തത്തിൽ കുറ്റപ്പെടുത്താനോ യഥാർത്ഥ വിശ്വാസികളെ കരിവാരി തേച്ച് കാണിക്കാനോ നമുക്കാർക്കും അവകാശമില്ല. യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള വ്യക്തികൾ അവരവരുടെ വിശ്വാസത്തെ ഫോളോ ചെയ്ത് അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അതിപ്പോൾ ആരായിക്കോട്ടെ, ഹിന്ദു മതവിശ്വാസിയാണെങ്കിലും ക്രിസ്തീയ മതവിശ്വാസിയാണെങ്കിലും ഇസ്ലാം മതവിശ്വാസികളാണെങ്കിലും യഥാർത്ഥ വിശ്വാസികൾ അവരവരുടെ മതവുമായിട്ട് മുന്നോട്ട് പോകുന്നു, അവർ മറ്റുള്ളവരുടെ മതത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അങ്ങനെ ജീവിക്കുന്നവരാണ്. കേരളത്തിൽ അങ്ങനെ ഒരുപാട് കഥകൾ നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസവും ഞാനൊരു വാർത്ത കണ്ടു. ഒരു അമ്മ, ആ അമ്മ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു അമ്മയാണ്. ആ അമ്മയുടെ മരണശേഷം ആ അമ്മയുടെ ഓർമ്മ ദിവസം മക്കള് എല്ലാവരെയും വിളിച്ചു വരുത്തി ഭക്ഷണം നൽകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നോമ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള ഇസ്ലാം മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് നോമ്പുതുറ സംഘടിപ്പിച്ചേക്കുന്നു, സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചേക്കുന്നു.
കാരണം നമ്മളെല്ലാവരെയും പരിഗണിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു പള്ളിയിൽ ഉത്സവമാണെങ്കിൽ, പള്ളിയിൽ പെരുന്നാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോവും, കാണിക്കയെ സമർപ്പിക്കും, പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിക്കും. അല്ലെന്നുണ്ടെങ്കിൽ മുസ്ലിം പള്ളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കും. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് കേരളീയർ. അപ്പോൾ ആ സഹകരണത്തിൽ ഒരു കോട്ടം വരുത്താനും ആ സഹകരണം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരം സിനിമകൾ ഇറക്കുന്നത്.